ഇത് മണപ്പള്ളി ഭട്ടതിരിയുടെ മോന. ഏത് കൊതുക് തിരിന്റെ മകനായാലും ഞമ്മക്ക് വിഷയമില്ല. എടോ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മകന്റെ കുണ്ടിക്ക് തയമ്പോരോ? മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാൻ? ധൈര്യമാണ് ഏറ്റവും വലിയ കൈമുതൽ. ഇതെന്റെ തലയിൽ 3 വട്ടം ഇങ്ങനെ ഉയിഞ്ഞ് തലയിലെറിഞ്ഞ് പൊട്ടിച്ച മുട്ട പൊട്ടണ പോലെ അന്റെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ഇറങ്ങിയില്ലെങ്കിൽ മുട്ട ഞാൻ എറിയും, അന്റെ തല പൊട്ടിത്തെറിക്കും. എന്നാ എറിയ എറിയടാ. വേണ്ട, നമ്മൾ എറിയും. അവനൊന്നും പറയാൻ പാടില്ല. ഇവിടെ ബോംബ് പൊട്ടിയിട്ട് ഞാൻ ചത്തില്ല. പിന്നെയാ അവന്റെ ഒരു പൂത്തിരി. അറിഞ്ഞിട്ട പേരാ ശശി. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. ചെറുപ്പത്തിൽ നിന്റെ അമ്മൂമ്മ പൂച്ചയും ബ്രാഹ്മണനെയും കൊല്ലരുന്ന് പറഞ്ഞു. എത്രണ്ണം കൊടുത്തറ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. പക്ഷെ പുലിയോട് കളിക്കരുന്ന് മാത്രം പറയാൻ മറന്നുപോയി. ആ കാലമാടന്മാരോട് ദൈവം പൊറുക്കില്ല. പക്ഷെ ഞാൻ പൊറുക്കും. അതെന്താ? എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. ഇനി കുറച്ച് റെസ്റ്റ് വേണം. സമയം ശരിയല്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. കൊച്ചുഞ്ഞിനോടാ കളി. ഒരാവർത്തി കൂടി എല്ലാരോടും പറയാ, വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഒടച്ച് കൈ തരിഞ്ഞാൻ. ഒന്നും തീർന്നെന്ന് കരുതണ്ട. അയ്യോ, അങ്ങനെ ഒരു കരുതലും ഇല്ല. ഞങ്ങൾക്കറിയാം ഇതൊരു ഷോർട്ട് ബ്രേക്ക് മാത്രമാണെന്ന്. അല്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കുന്ന ഒരു സുഖം. അത് ശരിയാ, അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല, പിന്നെ ഇവിടെ ഇരിക്കണ സുഖം. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. എല്ലാവരും പോയിക്കോ. ചെല്ലേ.